ഹലോ കൂട്ടുകാരെ, കടയിൽ നിന്ന് മാത്രം കഴിച്ചിട്ടുള്ള വാട്ടർമെലൺ ലെമണേഡ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമ്മർ ഫ്രഷ് ആയിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കിയാലും നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഈ കുരുവൊക്കെ ഒന്ന് മാറ്റണ്ടേ, അതിന് വേണ്ടി മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പുതിനയിലയും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന്, ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഒരു സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിയൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. അതിനകത്ത് ആ കുരുക്കളും നമ്മുടെ എന്തെങ്കിലും തരിതരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു ഗ്ലാസ് എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന വാട്ടർമെലണും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ജ്യൂസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ വാട്ടർമെലൺ ലെമണേഡ് റെഡി ആയിട്ടുണ്ട്. കടകളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് കുറച്ച് നമ്മുടെ നാരങ്ങയുടെ പീസൊക്കെ അരിഞ്ഞിടാറുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ, നമ്മുടെ വാട്ടർമെലൺ ലെമണേഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ സിമ്പിളല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.